ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും. രാത്രി 10-ന് ഹരവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഇടവമാസ പൂജകൾക്ക് സമാപനമാകും. തിരക്ക് കുറഞ്ഞ ഇന്നലെ 9,982 ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്ന് പുലർച്ചെയും തിരക്ക് കുറവാണ് അനുഭവപ്പെടുന്നത്. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 മണിക്ക് അടയ്ക്കും. ഇന്ന് രാവിലെ മുതൽ തിരക്ക് കുറവാണ്. ഭക്തജനങ്ങൾക്കെല്ലാം സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. ഇന്നലെ 10,000-നടുത്ത് ഭക്തജനങ്ങൾ മാത്രമാണ് ദർശനം നടത്തിയത്. അതിന്റെ തുടർച്ചയെന്നോണം ഇന്നും തിരക്ക് കുറഞ്ഞ സാഹചര്യം. നടപ്പന്തലും ഫ്ലൈ ഓവറുമെല്ലാം വിജനമായി. ഭക്തജനങ്ങൾക്ക് അധികം ക്യൂ നിൽക്കാതെ തന്നെ നേരിട്ട് ദർശനം നടത്തുന്നതിനുള്ള സാഹചര്യമാണ് ഇന്ന് ഉള്ളത്. പതിവ് പൂജകൾ തുടങ്ങിയ 15-ാം തീയതി 29,000-ഓളം ഭക്തജനങ്ങളും, 16-ാം തീയതി 37,000-ഓളം ഭക്തജനങ്ങളും, 17-ാം തീയതി 34,000-ഓളം ഭക്തജനങ്ങളും ദർശനം നടത്തി. ഈ 3 ദിവസങ്ങളിൽ വലിയ തിരക്ക് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടപ്പോൾ ഇന്നലെ മുതൽ തിരക്കിൽ കുറവ് അനുഭവപ്പെടുകയും ഇന്ന് തിരക്ക് നന്നേ കുറയുകയും ചെയ്യുന്നു. 18-ാം പടി തൊട്ട് തൊഴുത് വണങ്ങി കയറി ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമായി മാറുകയാണ്. ഇന്ന് പരമാവധി സമയം അയ്യപ്പ ദർശനം സാധ്യമാകുന്ന ഒരു ദിവസം. ഇന്നെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ആ ഭാഗ്യം സിദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോപാനത്തിന് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നന്നേ കുറവ്, തിരക്ക് കുറവ്, സുഗമമായ ദർശനം ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. വൈകിട്ട് 4-ന് നട തുറക്കും. 6:30-ക്ക് ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്. 9:50-ന് ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കുന്നതോടുകൂടി ഇടവമാസ പൂജകൾക്ക് വേണ്ടി 6 ദിവസം നട തുറന്ന ദിനരാത്രങ്ങൾക്ക് പൂർത്തിയാവുകയും പിന്നീട് ജൂൺ 4-ാം തീയതി പ്രതിഷ്ഠാ ദിനത്തിന് വേണ്ടി വൈകിട്ട് നട തുറക്കും. ജൂൺ 4-ാം തീയതി വൈകിട്ട് 5-ാം തീയതി പ്രതിഷ്ഠാ ദിനം ഒരു ദിവസം നട തുറക്കുന്നുണ്ട്. മിഥുനമാസ പൂജയ്ക്ക് ഇടയിൽ ഒരു ദിവസം ജൂൺ 5-ാം തീയതി പ്രതിഷ്ഠാ ദിനത്തിന് വേണ്ടി ജൂൺ മാസത്തിൽ നട തുറക്കുന്നു എന്നുള്ളതുമുണ്ട്. ഇനി ഇന്ന് നട അടച്ചു കഴിയുമ്പോൾ ഈ 3 ദിവസങ്ങളിൽ ആദ്യത്തെ 4 ദിവസം വലിയ തിരക്കും പിന്നീടുള്ള 2 ദിവസങ്ങളിൽ തിരക്ക് കുറഞ്ഞ ദിവസങ്ങളും ആയിരുന്നു എന്നുള്ളത് ഈ ഇടവമാസ പൂജാ ദിവസങ്ങളിലെ ഒരു സവിശേഷ കാഴ്ചയായിരുന്നു. മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞ് മാളികപ്പുറങ്ങളും എല്ലാം കൂടുതലായി എത്തിയ ദിവസങ്ങളായിരുന്നു. കുഞ്ഞ് മാളികപ്പുറങ്ങൾ കൂടുതലായി ഈ ദിവസങ്ങളിൽ എത്തി എന്നുള്ളതുണ്ട്. വേനലവധിയൊക്കെ കഴിയുന്ന സമയമായതുകൊണ്ട് തന്നെ കുട്ടികളുമായി ധാരാളം ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തിയ കാഴ്ചയാണ് കണ്ടത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം മിഥുൻ മുരളി.